പത്തൊൻപതാമത്തെ സങ്കീർത്തനം നമ്മളിന്ന് ധ്യാനിക്കാം. 14 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രപഞ്ചവും നിയമവും ദൈവത്തിൻ്റെ മഹത്വത്തെ ഏറ്റുപറയുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു കാര്യം. ഒരു വ്യത്യസ്തമായിട്ടുള്ള സങ്കീർത്തന ഭാഗമാണിത്. കാരണം ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും അത് അനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ സങ്കീർത്തന ഭാഗം എന്ന് പറയുന്നത്, ഇതിലൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം, പ്രകൃതിയുടെ നിയമവും വ്യക്തിയുടെ ധാർമ്മികതയും പ്രതിപാദിക്കുന്നുണ്ട്. പ്രകൃതിയും അതിൻ്റെ മഹോന്നതമായിട്ടുള്ള കാര്യങ്ങളും ദൈവത്തെ പ്രകീർത്തിക്കുന്നു. എന്നാൽ നിയമപാലനത്തിന് തടസ്സം ചെയ്യുന്ന 2 കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ വിവേകത്തിന്റെ കുറവും ദുഷ്കർമ്മികളുടെ സ്വാധീനവുമാണെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. ഒരുവൻ അനുഭവിക്കുന്ന വീഴ്ചകളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതിനായിട്ട് ദൈവസഹായത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സങ്കീർത്തകൻ ആവശ്യപ്പെടുകയാണ്. ദൈവം നൽകുന്ന നിയമങ്ങൾ പാലിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നവരാകും. പിതാവിന്റെ വചനമേ, ആകാശവും ഇരുളും വെളിച്ചവും ആരാധിക്കുന്ന ഈശോയെ, അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നതിനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും മാറി അങ്ങയുടെ പ്രകാശത്തിൽ ചരിക്കുന്നതിനും അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.